പക്ഷേ ഭാവനയ്ക്കൊരു ആവശ്യം വന്നു എന്നറിഞ്ഞപ്പം എന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. അതാ ഭാനു മനസ്സിനുള്ളിലെ സ്നേഹം. പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആ സ്നേഹത്തിന് ഒരു വിലയും കാണില്ല. എന്തായാലും ഭാമയെ പോലെ നീ സ്വയം മറന്നൊന്നും അവനെ സ്നേഹിക്കാൻ പോയില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്താ അവനെങ്ങനെയാ? മോളോട് സ്നേഹമൊക്കെ ഉണ്ടോ? ഉണ്ട് വല്യമ്മ. ഞാൻ പല പ്രാവശ്യവും ഒഴിഞ്ഞു മാറി നോക്കി, വീണ്ടും പിന്നാലെ വന്നതാ. ദൈവം തീരുമാനിച്ച പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. ഇവിടെ വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണാനും പിണക്കങ്ങൾ മാറ്റാനും വേണ്ടിയാവും ദൈവം നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. എന്തായാലും ഭാവന സൂര്യൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. ആ, നിനക്കിപ്പോ വേറെ അസ്വസ്ഥതകളൊന്നുമില്ലല്ലോ? ഇല്ല വല്യമ്മ. എന്നാ ഈ മുറി തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ അപ്പുറത്തുണ്ടാവും. മോഹനമ്മാവന്റെ ക്യാരക്ടറിനെ കുറിച്ച് വെളിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്തോ എനിക്ക് പേടിയാവുന്നു. നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് ഈ കല്യാണം നടത്തിയാ പോരെ? അതിനിവിടെ തീരുമാനമൊന്നും ആയില്ലല്ലോടാ. ആദ്യം ഭാവനയും സൂര്യൻ വരട്ടെ. അതിനിപ്പോൾ അറിയാനൊന്നുമില്ല വലിച്ച. അവരാവശ്യപ്പെട്ടത് കൊടുക്കാമെന്ന് പറയുമ്പം എന്തായാലും അവർ വേണ്ടാന്ന് വെക്കത്തില്ലല്ലോ. സൂര്യയോട് സ്ട്രോങ് ആയിട്ട് നിന്നോണ്ടാ വലിച്ച സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ താല്പര്യം വന്നത്. മോഹന്റെ പഴയ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ചിലപ്പോ സ്വന്തം മകന് വേണ്ടി പുതിയൊരാളാവുമെങ്കിൽ നല്ലതല്ലേ? അത് ശരിയാ വലിച്ച. എവിടെയും മക്കൾക്ക് മുമ്പിലാണല്ലോ അച്ഛനമ്മമാരെ മുട്ടുമടക്കുന്നത്. നല്ല രീതിയിലാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ സേതു. ഭാനുവിന് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അതെ, ഇന്നലെ തന്നെ അവളുടെ സന്തോഷം കാണണമായിരുന്നു. ഓരോരുത്തർക്കും ദൈവം നേരത്തെ തന്നെ ഓരോരുത്തരെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഭാനുവിന്റെ കാര്യത്തിൽ സ്വന്തം മുറച്ചെറുക്കനെ തന്നെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നെങ്കിലോ? ഈ കുടുംബത്തിലെ അവസാനത്തെ കല്യാണമല്ലേ, അതുകൊണ്ട് തന്നെ ഒരു കുറവും വരുത്തരുത്. അതെ വലിച്ച. എല്ലാ ബന്ധുക്കളെയും വിളിക്കണം. അവിടെ പിണക്കവും പരിഭവങ്ങളും ഒന്നും നോക്കരുത്. എന്റെ ആഗ്രഹം തന്നെ വലിച്ച. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് വേണം കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്താ, നീ ഓക്കെ അല്ലേ? പിന്നെന്താ, വെളിച്ചം പറഞ്ഞാൽ മതി, പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. ഇത്തവണ ഭാവനയുടെ ഭാരം നമുക്ക് കുറച്ചു കൊടുക്കണം ചെയ്തു. ഒന്നാമതേ അവളൊരു ഗർഭിണിയാ. കൂടുതൽ ഭാരം അവളുടെ മനസ്സിന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചം ഭാവനയോട് പറഞ്ഞാൽ മതി. വെളിച്ചം പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആദ്യം എല്ലാം ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. സൂര്യ ഭാനുവിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് സൂര്യക്ക് ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലെങ്കിലും സൂര്യ ഈ കാര്യത്തിൽ മുന്നിൽ തന്നെ കാണു ചെയ്തു. അത് ഭാനുവിനോടുള്ള അനുകമ്പ കൊണ്ടല്ല, ഭാവനയോടുള്ള സ്നേഹവും ഈ കുടുംബത്തോട് സൂര്യക്കുള്ള ഇഷ്ടവും കൊണ്ടാ. അതേ വലിച്ച, സ്വന്തം കുടുംബത്തോടുള്ള പോലെ തന്നെ ഈ കുടുംബത്തോടും സൂര്യക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് പല കാര്യത്തിലും നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കിട്ടിയത് തന്നെ പുണ്യമല്ലേ ചെയ്തു. ഇപ്പൊ തന്നെ എന്നോട് എത്ര മര്യാദയോടെയാണെന്നറിയോ സൂര്യ സംസാരിക്കുന്നത്. അതിന്റെ എല്ലാം പിന്നിൽ ഭാവന മോളാടാ. അവളുടെ നല്ല മനസ്സാ ഇന്ന് പലരുടെയും മുഖത്തെ സന്തോഷം. അതേ വലിച്ച, എല്ലാവരെയും എന്നും ചേർത്ത് പിടിക്കാനാണ് അവൾക്കിഷ്ടം. നീ വാ. ഇത് പരമ ബോറാ ഭാവന. അവൻ മനഃപൂർവ്വം താമസിക്കുന്നത്. വരട്ടെ സൂര്യ, ഇതിപ്പോ നമ്മുടെ ആവശ്യമായി പോയില്ലേ? എന്തായാലും അവന് ആവശ്യപ്പെട്ടത് കൊടുക്കാനല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ ഇവന്റെ ജാട നമ്മൾ കാണുന്നത്? നേരെ അവന്റെ അച്ഛനെ കണ്ടാ പോരെ? അത് വേണ്ട സൂര്യ. ഭാനു ജീവിക്കേണ്ടത് ജയേഷിന്റെ ഒപ്പല്ലേ. അതുകൊണ്ട് അവന്റെ അച്ഛൻ ചോദിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് അവനെയും ബോധ്യപ്പെടുത്തണ്ടേ? ചിലപ്പോ എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഭാവന. അവനിപ്പോ വരുന്ന എന്നെ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും. എനിക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട് സൂര്യ. അതിന്റെ ഒരു അഡ്വാൻസ് ആയിട്ടാണ് അവൻ ഫോൺ കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞിട്ടാ നമ്മൾ വന്നത്. അപ്പൊ അവൻ വേണ്ട നേരത്തെ വരാൻ. നമുക്ക് നോക്കാം സൂര്യ. ഭാനുവിന്റെ കാര്യമായി പോയില്ലേ, അവനിനി എന്തൊക്കെ കുരുക്ക ഒപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. നേരെ ചൊവ്വയാണെങ്കിൽ അവനൊപ്പം നമ്മളും കാണും.
ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും ചിന്തിക്കാത്ത ഭാവനയും സൂര്യയാവും അവൻ കാണാൻ പോകുന്നത്. സോറി ചേച്ചി, വഴിയില് ബ്ലോക്ക് ആയിപ്പോയി. ഞങ്ങളും ആ വഴി തന്നെയാ വന്നത്. അത് സാരമില്ല. എന്താ ചേച്ചി കാണണമെന്ന് പറഞ്ഞു? വീട്ടിൽ വന്നിട്ട് പോയ ശേഷം ജയേഷിനോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അതിനിപ്പോ എന്താ ചേച്ചി? അല്ല ജയേഷേ, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ജയേഷും അറിഞ്ഞിരിക്കണമല്ലോ. ഒരു വിവാഹം നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീധനം. ഇവിടെയും അതായിരുന്നു പ്രധാനമായിട്ട് വന്ന വിഷയം. ജയേഷിനെ പറഞ്ഞയച്ച ശേഷം അച്ഛൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാലോ? ഒരു വീടും ഒരു കാറും. ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ ചേച്ചി, അച്ഛന്റെ തീരുമാനമല്ലേ. നമ്മളെ വളർത്തി വലുതാക്കിയവരല്ലേ. അപ്പൊ പിന്നെ എനിക്കായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തത്. കണ്ടോ സൂര്യ, ഇതൊന്നും ജയേഷിന്റെ അറിവോടെയല്ല മാമൻ ചോദിച്ചത്. എന്നാലും സാരമില്ല ജയേഷ്, അച്ഛന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ തോന്നിയല്ലോ, സന്തോഷം. അല്ല ചേച്ചിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചേച്ചി, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറാ. അപ്പോ എനിക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ട്. അതറിഞ്ഞു വേണം അച്ഛൻ എവിടെയും സംസാരിക്കാൻ. പക്ഷേ ഇവിടെ അച്ഛൻ എന്നെ വളരെ വില കുറച്ചാണ് കണ്ടത്. മനസ്സിലായില്ല. ഇത്രയും നിസ്സാരമായ സ്ത്രീധനമാണോ എനിക്ക് കിട്ടേണ്ടത്? ഞാനിതൊന്നുമല്ല ഭാവനച്ച് പ്രതീക്ഷിച്ചത്. ഇതിന്റെ 4 ഇരട്ടി സ്ത്രീധനം എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ അച്ഛനായിട്ട് തന്ന വാക്കല്ലേ, ഞാനായിട്ട് അത് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ അച്ഛൻ വാക്ക് തന്നോണ്ടായി ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ഇതിലും കൂടുതൽ ചോദിക്കുമായിരുന്നു. ഇതിനാണോ നീ ഭാനുവിന്റെ പിന്നാലെ നടന്നത്? അപ്പൊ നിന്റെ ലക്ഷ്യം പണം തന്നെ ആയിരുന്നല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ പണം വേണ്ടാന്നാരെങ്കിലും പറയൂ? ഒരു ത്രാസിന്റെ 2 തട്ടിൽ ഒന്നിൽ ഭാനുവിനെയും മറ്റൊന്നിൽ പണവും വെച്ച പണം തന്നെ താണു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. സൂര്യ, സൂര്യ വേണ്ട, വിട് സൂര്യ, വിട് വിട് സൂര്യ. ആഹാ, ഇപ്പൊ അങ്ങനെയായില്ലേ? പിന്നെ ഞാൻ എന്താടാ വേണ്ടത്? നീ പറയുന്നതെല്ലാം അംഗീകരിച്ചേർന്നോ? ഭാനുവിന് എന്താ വിലയില്ലേ? അവളെയും കാശ് ചെലവാക്കി തന്നെ പഠിപ്പിക്കുന്നത്. അല്ല, ഏട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഇത് ഭാനുവിന്റെ കാര്യമാ. ഇത് സംസാരിക്കാനേ അർഹതപ്പെട്ട ആള് ഭാവനേച്ചിയ, അല്ലാതെ പുറത്തുനിന്നും വലിഞ്ഞു കയറി വന്നൊരു വരുത്തനല്ല. നീ ആരെയാടാ വരുത്തനെന്ന് പറഞ്ഞത്?